ആനി അതാരാണ്? ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷിഗോസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ. എൻ്റെ മോന് ഞാൻ ഒരു ചെറിയ സർപ്രൈസ് കൊടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇതിൽ ഒരു ചിക്കൻ റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ചിക്കൻ്റെ റെസിപ്പിയും കൂടി കണ്ടിട്ട് ആ ഒരു സർപ്രൈസ് വീഡിയോയിലോട്ട് പോവാം കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ ഗ്രേവി അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടും എടുക്കാം കേട്ടോ. അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിൽ ഒരു 2 ടീസ്പൂൺ പച്ചമല്ലി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 3 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 5-8 ഉണക്കമുളകും കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. എങ്കിൽ ചിക്കനൊക്കെ നല്ലൊരു കളർ ഉണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. അപ്പോൾ ഇതെടുത്തുകൊണ്ട് തന്നെ കളറിന് വലിയ കളറൊന്നും ഇല്ലാത്ത ചിക്കനാണ് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെടുക്കാൻ നോക്കാം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ പൊടിച്ചെടുത്ത മസാല നമുക്ക് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. ഒരു 5 ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ലെഗ് പീസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം, അല്ലെങ്കിൽ ചിക്കൻ്റെ ചെറിയ പീസാക്കിയിട്ട് അങ്ങനെയും എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർക്കുക കേട്ടോ. അല്പം വെള്ളം കൂടി ചേർത്താൽ മസാലയ്ക്കൊന്ന് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കുക. ഇനി ഇത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അല്ലെങ്കിൽ തലേ ദിവസം ഇങ്ങനെ മസാല ഒക്കെ ഒന്ന് തേച്ച് വെച്ചാൽ ഏറ്റവും നല്ലതാണ്. മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു ചിക്കനൊന്ന് ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കുക, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തതും ഒരു 2 പച്ചമുളകും ഒരു ഉണക്കമുളകും കൂടി ഈ ഒരു എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ സമയം ഈ എണ്ണയിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനത് ഇടാൻ മറന്നുപോയി, പിന്നെ ഉള്ളി ഇട്ടതിന് ശേഷമാണ് ഇട്ടത്. അപ്പോൾ ഈ ഒരു എണ്ണയിലോട്ട് തന്നെ ആ ഒരു വലിയ ജീരകം ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് വേണം ഇങ്ങനെ വലിയ ഉള്ളി ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. ഒരുപാട് നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഈ ഉള്ളിയൊക്കെ ഒന്ന് പരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ആ ഒരു ലെഗ് പീസ് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ചിക്കൻ്റെ മസാല ബാക്കിയുള്ളതും കൂടി അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ പാത്രത്തിലോട്ട് അല്പം വെള്ളം ഒന്ന് ചേർത്തിട്ട് ആ മസാലയൊക്കെ ഒന്ന് മുഴുവനായിട്ടും ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക.
ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇതിലിനി വേറെ പണികളൊന്നുമില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. ഇനി ഇത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം ഒന്ന് സിമ്മിലിട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ സിമ്മിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ ഒന്നൊന്ന് വെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ലെഗ് പീസൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. ഇനി നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ ഇത് ഗ്രേവി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ശരിക്കും ഒന്ന് ഫ്രൈ ആയിട്ട് ചെയ്തെടുത്താൽ ഇതിലേറെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഗ്രേവിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചിക്കൻ്റെ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഫ്രൈ ഉണ്ടല്ലോ, അങ്ങനെ ചെയ്തെടുത്താൽ ഇതിലേറെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ കുറച്ച് ഗ്രേവി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വല്ലാതെ വറ്റിച്ചെടുത്തിട്ടൊന്നുമില്ല. ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ തുറന്ന് നോക്കിയിട്ട് അതിലുള്ള മസാലകളൊക്കെ ഒന്ന് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഞാനിത് രണ്ട് സൈഡും തിരിച്ചിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ട് ഇപ്പോൾ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ചിക്കന്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് സിമ്മിലിട്ടിട്ട് തന്നെ തുറന്നിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. നന്നായിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ആ ഒരു മസാലയിൽ കടന്നിട്ട് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഈ ഒരു ഗ്രേവിയോട് കൂടിയിട്ടാണ് എടുക്കുന്നത്. ഇടയ്ക്ക് വെച്ച് തിളച്ച് വരുമ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്രേവിയോട് കൂട്ടിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മല്ലിയില ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഒരു കുഞ്ഞ് സർപ്രൈസ് വീഡിയോ ആണ്. ആനിക്ക് ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ആനിക്ക് ഇത് സത്യത്തിൽ ചെറുതൊന്നുമല്ല, വലിയൊരു സർപ്രൈസ് തന്നെയാണ്. അവന് ഏറ്റവും കൂടുതൽ കാണാൻ കൊതിച്ചിരുന്ന ഒരു സർപ്രൈസ് തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ പോകുന്നത് ആനിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മുന്നത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആനി ഇവിടെ സ്കൂളിലൊന്നും പോകുന്നില്ല, അവൻ ഓൺലൈൻ ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഗൾഫിൽ വന്ന് നിൽക്കുന്നവർ, ഇവിടെ സൗദി അറേബ്യയിൽ എന്നല്ല എല്ലാ കൺട്രീസിലും ഇങ്ങനെ പ്രവാസികളായിട്ട് ഉള്ള ഭാര്യമാർ മക്കളൊക്കെ വന്ന് നിൽക്കുന്നവരുണ്ടാവും. അവർക്ക് ഇങ്ങനെ ഇവിടെ സ്കൂളിൽ പറഞ്ഞയക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരുപാട് മക്കൾ പഠനം മുടങ്ങി കിടക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ ഒരു ഓൺലൈൻ ക്ലാസ് എന്നുള്ളത്. അവർക്കുള്ള ഒരു സ്കൂളാണ് ഇപ്പോൾ ആനി അറ്റൻഡ് ചെയ്യുന്നത്, ഓൺലൈനിലായിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഓൺലൈനിൽ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്താൽ പിന്നീട് ഇവരെ സ്കൂളിൽ ചേർത്തുമ്പോൾ TC ഇല്ലാത്ത പ്രോബ്ലം എല്ലായിടത്തും വരാറുണ്ട്. അപ്പോൾ ഈ ഒരു സ്കൂളെന്ന് പറയുന്നത് ഓൺലൈൻ സ്കൂളെന്ന് പറയുന്നത് TCയോട് കൂടിയിട്ടുള്ള സ്കൂളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി കേട്ടോ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം. ആ ഒരു വീഡിയോൻ്റെ ലിങ്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അങ്ങനെ അത് പറഞ്ഞു പോയില്ലേ. അപ്പോൾ സർപ്രൈസ് എന്താണെന്ന് പറഞ്ഞില്ല. ആനിൻ്റെ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന മക്കളുണ്ടല്ലോ. അപ്പോൾ ഇവരുടെ ഈ ഒരു അക്കാദമിക് ഇയർ കഴിഞ്ഞു, ഇനിയിപ്പോൾ നെക്സ്റ്റാണ് വരുന്നത്. അപ്പോൾ അതിൽ അവർ ഒരുപാട് മക്കൾ സൂം ക്ലാസ്സിലുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് ഭയങ്കര ഒരാഗ്രഹമാണ് മക്കളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടൊന്ന് കാണണം എന്നുള്ളത്. പക്ഷേ എല്ലാ മക്കളും കുറച്ച് പേര് ദുബായ്, സൗദി അറേബ്യ, റിയാദ്, ജിദ്ദ, മക്ക അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടാണ്. അപ്പോൾ എന്തായാലും ഒരു മീറ്റപ്പ് നടത്താനോ അവർക്ക് പരസ്പരം കാണാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഇവിടെ റിയാദിൽ ഇവർ ഓൺലൈൻ ക്ലാസ്സിൽ ഇവൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഞങ്ങൾ റിയാദിലുണ്ട്. കുറച്ച് പോകണമെന്നുള്ളൂ, ഇവിടെ റിയാദിൽ തന്നെ ഉണ്ട്. അപ്പോൾ അമൻ എന്നാണ് കേട്ടോ അവൻ്റെ പേര്. അപ്പോൾ അവൻ്റെ അടുത്ത് പോകണം എന്നുള്ളത് ഇവന് കുറേ ആയിട്ട് പറയാണ്. ഞങ്ങൾ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകാനൊക്കെ ഒന്ന് മടിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് എടുത്ത്
കുറേ ആയിട്ട് പോകാനായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങ് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവർ ചിലപ്പോൾ പെട്ടെന്ന് വിസയൊക്കെ കഴിഞ്ഞ് വിസ പുതുക്കാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് പോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ തുറക്കുന്ന സമയത്തിൽ ഇഫ്താറിന് വേണ്ടിയിട്ട് അവർ അവരുടെ വീട്ടിലോട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് തുറവിക്ക് വേണ്ടിയിട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. ഇങ്ങനെ ഓൺലൈനിലായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ മക്കളുടെയും ഒരു വലിയ ആഗ്രഹമായിരിക്കും അവരുടെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ അവരുടെ മിസ്സിനെ ഒന്ന് നേരിട്ട് കാണണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്ന് പ്ലാൻ ചെയ്തതാണ് കേട്ടോ. അമനായാലും ഒരുപാട് നാളായി പറയുന്നു ആനിമിനോടൊന്ന് ചെല്ലാനായിട്ട്. അപ്പം ഞാൻ ഒരു ചെറിയ സൂചന പോലും ആനിക്ക് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് ചെന്നിട്ടുള്ള വീഡിയോ കാണാം. അമനും അറിയില്ല ആനിമ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് അവർ രണ്ടാളും നല്ല സർപ്രൈസ് ആയിട്ടായിരിക്കും എന്നൊക്കെ എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ രണ്ടാളും പരസ്പരം കണ്ടപ്പോൾ ആകെ ചമ്മലായിരുന്നു രണ്ടാളുടെ മുഖത്തേക്ക്. രണ്ടാളും പരസ്പരം അങ്ങോട്ടേക്ക് നോക്കാൻ പോലും മടിയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങ് ഫസ്റ്റൊക്കെ മടി വന്നെങ്കിലും പിന്നെ ഭയങ്കര കളിയായിരുന്നു, ഫുൾ കളിയായിരുന്നു. നോമ്പ് തുറന്നിട്ടൊന്ന് ഫുഡ് കഴിക്കാനോ ഒന്നിനും അവർ നിന്നിട്ടില്ല. ഫുള്ള് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് വരുന്നത് വരെ രണ്ടാളും നല്ല കളി തന്നെയായിരുന്നു. ഫസ്റ്റൊക്കെ ഒരു ചമ്മലുണ്ടെങ്കിലും പിന്നെ അവർ നല്ല കളി തന്നെയാണ്. ഒരുപാട് നാളത്തെ പരിചയമുള്ള ഫ്രണ്ട്സിൻ്റെ ആ ഒരു രീതിയിലാണ് രണ്ടാളുടെയും കളി ഉണ്ടായിരുന്നത്. വന്ന ആ ഒരു സർപ്രൈസിൽ പിന്നെയും വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ വേറെ ഒരുപാട് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് പോവാമെന്ന് പറഞ്ഞിട്ടും ആനി കുറച്ച് നേരം കൂടി കഴിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നിന്ന് ഒരുപാട് നേരമായിട്ട് അവിടുന്ന് പോന്നപ്പോഴേക്കും തിരിച്ചു പോരുന്നപ്പോൾ രണ്ടാൾക്കും സങ്കടം തന്നെയായിരുന്നു. കുറച്ച് നേരം കളിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരുപാട് നേരമായി ഞങ്ങൾ തിരിച്ചു പോന്നപ്പോഴേക്കും. അങ്ങനെ അമ്മന് താഴെ വരെ വന്ന് ആനിനെ യാത്രയൊക്കെ ആക്കി അവന് തിരിച്ച് റൂമിലോട്ട് തന്നെ പോയി. അപ്പോൾ ആനിക്ക് എന്തായാലും നല്ല ഒരു സർപ്രൈസ് തന്നെ ആയി എന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.